കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കെ ജയകുമാറിന് പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. മലയാളത്തിൽ നിന്ന് 9 സാഹിത്യ സൃഷ്ടികൾ അവാർഡ് നിർണയത്തിന്റെ അവസാന പട്ടികയിൽ എത്തിയിരുന്നു. കെ ജയകുമാറിന്റെ കവിത അതിൽ ഏറ്റവും മികച്ചതായതിനാൽ ജൂറി ഐക്യകണ്ഠേന കൃതി അവാർഡിനായി തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്നാണ് അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം കെ.പി. രാമനുണ്ണി ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, എന്തായാലും മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് കെ ജയകുമാറിലൂടെ വന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകാം. 1,00,000 രൂപയും പ്രസക്തി പത്രവുമാണ് ഈ അവാർഡിന് കെ ജയകുമാറിന് ലഭിക്കുക. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അല്പസമയത്തിന് മാധ്യമങ്ങളെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മലയാളത്തിന് ഒരു അവാർഡ് മാത്രമേ, ഒരു ബഹുമതി മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അത് കെ ജയകുമാറിന്റെ കവിതാ സമാഹാരത്തിനാണ്. ഏറ്റവും മികച്ച കവിതകളിൽ ഒന്നായിട്ട് തന്നെ ഇത് കണക്കാക്കുന്നു എന്നാണ് ജൂറി അംഗങ്ങൾ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടത് എന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കെ രാമനുണ്ണി ന്യൂസ് മലയാളത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു. ഏതായാലും കെ ജയകുമാറിന്റെ ഈ കവിതാ സമാഹാരം മലയാളത്തിന്റെ യശസ് അവാർഡുകൾ ഉയർത്തി എന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റൊരു തരത്തിൽ പോലും ഉദാഹരണമായിട്ട് നോവലിലാണെങ്കിലോ അല്ലെങ്കിൽ ചെറുകഥക്കാണെങ്കിലോ ഉപന്യാസത്തിനാണല്ലോ അല്ലെങ്കിൽ സാഹിത്യത്തിലുള്ള സംഭാവനകളെ കുറിച്ചാണോ ഇതിലൊന്നും തന്നെ കേരളത്തിന് മലയാള സാഹിത്യത്തിന് അവാർഡ് ലഭിച്ചിട്ടില്ല. പോയം എന്ന കവിതയ്ക്ക് മാത്രമാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കെ ജയകുമാറിന്റെ ഈ കൃതി മലയാള ഭാഷയുടെ യശസ് 2026 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിലൂടെ ഉയർത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ശരി ശരത് ലാൽ.